ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. സ്കൂളിൽ പോകേണ്ട ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് കനവിൻ്റെ ഡേ 3യിൽ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ബീട്രൂട്ട് ദോശയാണ് കേട്ടോ. ബീട്രൂട്ട് ദോശ വളരെ ഈസിയാണ്. നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക, അത് ദോശ മാവിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ ഇതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കുക. കുറച്ച് നെയ്യും കൂടെ പുരട്ടിയിട്ട് ചുടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിതാണ് കനവിനും കല്യാണിക്കും കൊടുക്കാറുള്ളത്. രണ്ടുപേരും കഴിച്ചോളൂ, അവർക്ക് ഇഷ്ടമാണ് ബീട്രൂട്ട് ദോശ. അപ്പം ബീട്രൂട്ട് ദോശ നമ്മൾ ഒരു ഓപ്ഷൻ കൂടുതൽ ഇൻടേക്ക് വരും, ബീട്രൂട്ട് കൂടുതലായിട്ട് ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും പഴമാണ്. ബീട്രൂട്ട് ദോശ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് കേട്ടോ. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ തോരനും ചമ്മന്തിയാണ് ആക്കുന്നത്. അപ്പോൾ തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ടിട്ട് തോരനാക്കുകയാണ്. അപ്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഉള്ളി സവാളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയല്ല സവാള. ഓക്കെ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. പച്ചമുളക് ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുകയാണല്ലോ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കറിവേപ്പിൻ്റെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെൽത്തി ആയിട്ട് കറിവേപ്പില എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കഴുകിയിട്ട് ബീട്രൂട്ട് തോരനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇവിടെ സോയാബീൻ വറുക്കുന്നുണ്ട് കേട്ടോ. സോയാബീൻ വറുക്കുന്ന മെയിൻലി കനവിന് കൊടുത്തുവിടാനാണ്. അപ്പോൾ കനവിന് നമുക്ക് ഏതെങ്കിലും ഒരു നേരം അവൻ്റെ ടിഫിനകത്ത് സോയാബീൻ പൊരിച്ച് വെക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്ത് വെക്കും. സോയാബീൻ എടുത്തിട്ട് നമ്മളിതുപോലെ ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചേക്കുക. അപ്പോൾ കുറച്ച് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോയാബീൻ ഇതിനകത്ത് നമ്മൾ മീനൊക്കെ മസാല പുരട്ടി വെക്കുന്നതിൻ്റെ കൂട്ട് സോയാബീൻ പുരട്ടി വെക്കാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കരിച്ചെടുക്കരുത്. കുറേശ്ശെ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് മുരിച്ച് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആക്കിയതിന് ശേഷം നമുക്ക് ടിഫിനായിട്ട് ഇവർക്ക് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഞാൻ സോയാബീനും വെച്ചിട്ടുണ്ട്, ആപ്പിളും വെച്ചിട്ടുണ്ട്. ആപ്പിൾ മോർണിംഗിൽ കഴിക്കാനാണ് കേട്ടോ. അതിന് ശേഷം ചോറിന് ചമ്മന്തിയും ബീട്രൂട്ട് തോരനുമാണ്. അതത്രേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അവൻ്റെ ലഞ്ചും ടിഫിനും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്കൂളിൽ പഠിപ്പീരൊന്നും തുടങ്ങിയിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. പിന്നെ ക്രയോൺസും അതുപോലെ തന്നെ അവർക്ക് ഒരു ക്രാഫ്റ്റിൻ്റെയും അതുപോലെ കളറിങ് ബുക്ക് ഉണ്ട്, അത് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടേ ഉള്ളൂ ബാഗിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവൻ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.